ഹലോ, ഞാൻ ഇന്ന് ഇൻഡക്ഷൻ കുക്കർ എറർ കോഡ് കാണിക്കും E0. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ E0. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഉള്ളത്. നമുക്കാദ്യം ബോഡി നമുക്ക് കമത്തി വെക്കാം. എന്നിട്ട് 4 സ്ക്രൂസ് ഉണ്ട്. 4 സ്ക്രൂസും അഴിച്ചെടുക്കുക. അത് പിന്നെ അതിനകത്ത് ഒരുപാട് റസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം ഒഴിവാക്കുക. എന്നിട്ട് മുകളിലത്തെ കവർ പതുക്കെ അഴിച്ചു മാറ്റിയിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ അതിൻ്റെ ഹീറ്റ് ചെയ്യുന്ന കോയിലാണത്. അതിലൊരു 3 സ്ക്രൂസ് ഉണ്ടാവും. അതും പയ്യെ ശ്രദ്ധാപൂർവ്വം റിമൂവ് ചെയ്യുക. അത് പതുക്കെ നമുക്ക് അത് പൊക്കിയെടുത്ത് മാറ്റി വെക്കാം. അപ്പം ബോർഡിൻ്റെ അറ്റത്ത് ഒരു കണക്ടർ ഉണ്ടാവും. അത് നമ്മുടെ LED പിന്നെ ഡയോഡാണ്, സെൻസർ. അപ്പോൾ ആ പിന്ന് ബാക്കിയുള്ള ബോർഡിലുള്ള 2 പിന്നുകളും ഫാനിൻ്റെയൊക്കെയാണ്. അതും അഴിച്ചു മാറ്റുക. പ്ലഗ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ആ ബോർഡിൽ ഒരു 3 സ്ക്രൂവും ഹീറ്റ് സിങ്കയിലുള്ള ഒരു സ്ക്രൂസും ഉണ്ടാവും. അതും പയ്യെ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബോർഡ് ഫ്രീ ആവും. എന്നിട്ട് പതുക്കെ നമ്മളത് പിന്നെ സ്ക്രൂസിൻ്റെ എല്ലാം അഴിച്ചതിന് ശേഷം ബോർഡ് പതുക്കെ പൊക്കിയെടുക്കുക. അപ്പം മിക്കവാറും അതിനെന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ അതിൽ ബോർഡിൽ കരിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നോക്കിയപ്പോൾ മെയിനായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ മെയിനായിട്ട് കപ്പാസിറ്റർ, ഈ 2 റെസിസ്റ്റർ, ഒരു ഡയോഡ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പോകാനുള്ള പിന്നെ കമ്പോണൻറ്റുകൾ. ഇപ്പോൾ നമുക്ക് അമർത്തി വെച്ച് നോക്കിയപ്പോഴും ബോർഡിലൊന്നും ഒരു പ്രോബ്ലംസുകളും ഇല്ല, വെരി നീറ്റാണ്. അപ്പോൾ ഓരോ ലെഗും ഇങ്ങനെ ഇളക്കി നോക്കിയപ്പോൾ ആ മെയിൻ കപ്പാസിറ്ററിൻ്റെ ആ സോൾഡർ ചെയ്ത ഭാഗം വിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ബോഡിയോട് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിതിപ്പോൾ തേക്കുന്നത് നമ്മുടെ ഹീറ്ററിൻ്റെ മുകളിലുള്ള അവിടെ പേസ്റ്റ് തീർന്നു പോയി. അത് നമ്മൾ ഈ കൂളാക്കാനുള്ള ഒരു പേസ്റ്റാണ്. അപ്പോൾ ഞാനത് തേച്ച് കൊടുത്തതിന് ശേഷം ആ കപ്പാസിറ്റർ സോൾഡർ ചെയ്തു. സോൾഡർ ചെയ്തതിന് ശേഷം ഡ്രൈ ആയിട്ട് തന്നെയാണ് സോൾഡർ ചെയ്തത്. നന്നായിട്ട് ഫിറ്റ് ചെയ്തു. എന്നിട്ട് ആ ബോഡിയെല്ലാം പഴയ പോലെ തന്നെ ഇറക്കി വെച്ചു. 4 പാടും സ്ക്രൂ ചെയ്തു. ഹീറ്റ് സിങ്കയിലുള്ളതെല്ലാം സ്ക്രൂ ചെയ്തു. മെയിനായിട്ട് ഇങ്ങനെയുള്ള ഈ കപ്പാസിറ്റർ, നേരത്തെ കാണിച്ച കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഡയോഡ്, അതൊക്കെ ആയിരിക്കും പ്രശ്നം. പിന്നെ പേസ്റ്റ് തേച്ചില്ലേ, ആ പേസ്റ്റ് കൂളാകാനാണ്. അത് നമ്മുടെ ഡയോഡാണ്, നമ്മുടെ സെൻസർ ഡയോഡാണ്. എന്നിട്ട് പഴയ പോലെ ക്ലിപ്പ് ചെയ്തു. എന്നിട്ട് പിന്നെ സ്ക്രൂസും ചെയ്ത് മുകളിലത്തെ കവറും അടച്ചു. എന്നിട്ടൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഓണാക്കി. അപ്പോൾ ഒരു കുഴപ്പവും കാണുന്നില്ല. ഓണാക്കിയപ്പോൾ E0 എറർ കാണുന്നില്ല. അതൊക്കെ കണ്ടില്ലേ, വെള്ളം ഹീറ്റായി തിളച്ച് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇൻഡക്ഷൻ കുക്കർ നമ്മൾ ആന മറിക്കുന്ന ഇതൊന്നുമല്ല. ഒരുപാട് പൈസയൊന്നും കളയണ്ട. ഇതേപോലെ ചെയ്താൽ മതി.